ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് മദ്യത്തിനെതിരായിട്ടുള്ള സ്റ്റാൻഡിൻ്റെ പുറത്താണ്. ഒരുപാട് ഗാസ്ട്രോൻട്രോളജിസ്റ്റുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. മദ്യം നിങ്ങൾ വിചാരിക്കുന്ന അങ്ങനെ അപകടകാരിയല്ല. ഇത്ര പെഗ് വെച്ച് നമ്മൾ കണക്ക് കൂട്ടി ആൽക്കഹോളിൻ്റെ കണ്ടന്റ് നോക്കി ലിവറിന് പ്രോസസ്സ് ചെയ്യാനുള്ള കപ്പാസിറ്റി നോക്കി നോക്കുമ്പോൾ ഇത്ര പെഗ് വെച്ച് ദിവസം 2 പെഗോ 60 ml വെച്ച് 2 പ്രാവശ്യമോ അല്ലെങ്കിൽ ഒരു 60 ml സ്കോച്ച് സിംഗിൾ മോൾട്ടോ ഒക്കെ അടിച്ച് ഇപ്പോൾ സിംഗിൾ മോൾട്ട് അടിച്ചാലും അല്ലെങ്കിൽ വളരെ മിനിമലായിട്ട് ഹെൽത്തി ഡ്രിങ്കിങ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ടോ? ഹെൽത്തി ഡ്രിങ്കിങ് എന്ന കൺസെപ്റ്റും ഇല്ല, റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് എന്നൊരു കൺസെപ്റ്റും ഇല്ല. ഇത് ആൽക്കഹോൾ ലോബി ഉണ്ടാക്കിയേക്കുന്ന വാക്കുകളാണ്. അപ്പം അതാണ് ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റും ഹെപ്പറ്റോളജിസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പം ഞാൻ പറയാറുള്ളതാണ്, എഡ്യൂക്കേഷൻ ഈസ് നോട്ട് ഈക്വൽ ടു ഇൻ്റലിജൻസ്. ഇൻ്റലിജൻസ് ഈസ് നോട്ട് ഈക്വൽ ടു റാഷണലിസം. നമുക്ക് വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് മദ്യപിക്കാൻ പറയുന്നുണ്ട്, മദ്യപിക്കുന്നുമുണ്ട്. ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് വല്ലപ്പോഴും മദ്യപിക്കാനും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് റാഷണലിസമാണ്, ക്രിട്ടിക്കൽ തിങ്കിങ്. അപ്പം നമ്മളിപ്പം മദ്യത്തെ നോക്കുന്നത് ഒരു ലിവറിൻ്റെ ആസ്പെക്റ്റ് മാത്രമല്ല, ഹോൾ ബോഡിയാണ്, ഹ്യൂമൻ ബോഡി ആസ്പെക്റ്റ് നോക്കണം. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ പറയുന്നു, എന്തുകൊണ്ട് ഞാനൊരു മദ്യവിരോധി എന്ന് പറയുന്നില്ല. ആസ് എ ഡോക്ടർ ഞാൻ അഡ്വൈസ് ചെയ്യുന്നത് ഡോണ്ട് ടേക്ക് ആൽക്കഹോൾ എന്നാണ്. അല്ലാതെ മദ്യപിക്കുന്നവരെ എനിക്ക് അമർഷമൊന്നും, ഞാൻ ഏറ്റവും കൂടുതൽ ട്രീറ്റ് ചെയ്യുന്നവരെ തന്നെയാണ്. അപ്പം മദ്യപിക്കുന്ന വ്യക്തികൾ മദ്യപാനം നിർത്തുക എന്നുള്ളതാണ്. ഇനി മദ്യപാനം തുടങ്ങാൻ താല്പര്യമുള്ളവർ വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഹോൾ ഐഡിയ എന്ന് പറയുന്നത്, ഇപ്പം പണ്ടൊക്കെ ഉള്ള സ്റ്റഡീസ് ഉണ്ടല്ലോ, കുറച്ച് മദ്യം കഴിച്ചാൽ ഹാർട്ട് ഹെൽത്ത് ബെറ്റർ ആവും എന്നൊക്കെ ഉള്ള സ്റ്റഡീസ് പണ്ട് 1960s ഉണ്ടായിരുന്നു. അപ്പോൾ ആ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സ്മോൾ എമൗണ്ട് ഓഫ് ആൽക്കഹോൾ, ഇപ്പോൾ പറഞ്ഞ പോലെ സിംഗിൾ മോൾട്ടൊക്കെ എല്ലപ്പോഴും അടിച്ചാൽ നല്ലതാണ് ആൾക്കാർ പറഞ്ഞു വന്നത്. ആ പഠനങ്ങളെയൊക്കെ റീഡൂ ചെയ്തു നമ്മൾ പുതിയ യുഗത്തിൽ, ലാസ്റ്റ് ഒരു 2 decades. അന്ന് മനസ്സിലാക്കിയത്, ഈ മദ്യപിച്ചുകൊണ്ടിരുന്ന വ്യക്തികൾ അവരുടെ ലൈഫ് സ്റ്റൈൽ വളരെ ഹെൽത്തിയർ ആയിരുന്നു. അപ്പം അവർ ബെറ്റർ ഫുഡ് കഴിക്കുന്നു, ബെറ്റർ എക്സസൈസ് ചെയ്യുന്നു, അവർക്ക് വേറെ മെറ്റബോളിക് ഡിസീസസ് ഒന്നുമില്ല. അങ്ങനെ വ്യക്തികൾ മദ്യപിക്കുന്നു, അവരിൽ ഹെൽത്ത് ബെറ്റർ ആവുന്നു എന്ന് പറയുമ്പം അത് മദ്യമൂലമല്ല, ആ ബാക്കിയുള്ള ഫാക്ടേഴ്സ് കാരണമാണ്. അപ്പോൾ ആ ഫാക്ടേഴ്സിനെ എടുത്ത് കളയുമ്പോൾ ആ വ്യക്തികളിൽ കണ്ടേക്കുന്നത് കൂടുതൽ ഹൃദ്രോഗങ്ങളും ക്യാൻസറുമാണ്. അപ്പം ലാർജ് പൂൾഡ് ഡാറ്റ ഉണ്ട് നമുക്ക്, ലാർജ് സ്കെയിൽ റാൻഡമൈസ് ട്രയൽസും ലാർജ് സ്കെയിൽ ഒബ്സർവേഷണൽ ട്രയൽസും ലാർജ് സ്കെയിൽ നമ്മൾ ഈ അംബ്രല്ല റിവ്യൂസ് എന്ന് പറയും, വലിയ വലിയ ട്രയൽസിൻ്റെയൊക്കെ ബിഗർ റിവ്യൂസ്, അതിലൊക്കെ പറയുന്നത് ഇപ്പോൾ റീസെൻ്റായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതിനകത്ത് പറയുന്നത് ദർ ഈസ് നോ സേഫ് ലെവൽ ഓഫ് ആൽക്കഹോൾ ദറ്റ് ബെനിഫിറ്റ്സ് ഹ്യൂമൻ ഹെൽത്ത്. എന്നുവെച്ചാൽ ആൽക്കഹോളിനൊരു സേഫ് ഡോസ് ഇല്ല. പാഷാണത്തിന് സേഫ് ഡോസ് ഉണ്ടോ? ഇല്ല. അതുപോലെ തന്നെ ആൽക്കഹോളിന് സേഫ് ഡോസ് ഇല്ല. എന്താണെന്ന് വെച്ചാൽ ആൽക്കഹോൾ ഒരു Class 1 കാർസിനോജനാണ്. നമുക്കിവിടെ ലിവറിലല്ല ഇഷ്യൂ, ക്യാൻസറാണ്. 7 തരത്തിലുള്ള ക്യാൻസേഴ്സായിട്ട് ഡയറക്റ്റ് ലിങ്ക് ഉള്ള സാധനമാണ് ആൽക്കഹോൾ. ആൽക്കഹോൾ കുടിക്കുമ്പം നമ്മുടെ ബോഡി അതിനെ സ്വീകരിക്കുകയല്ല, അതിനെ ചവിട്ടി പുറത്താക്കാനാണ് നോക്കുന്നത്. അതിൻ്റെ മെയിൻ കമ്പോണൻറ്റ് ലിവറാണ്. ആൽക്കഹോൾ ലിവറിൽ വരുമ്പോഴത്തേക്ക് അതിന് സ്പ്ലിറ്റ് ചെയ്ത് അസറ്റാൽഡിഹൈഡ് എന്ന് പറഞ്ഞൊരു സാധനം ആവും. ഈ അസറ്റാൽഡിഹൈഡാണ് ക്യാൻസർ കോസിങ്. അത് DNA ഡാമേജ് ചെയ്യും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ അസറ്റാൽഡിഹൈഡിനെ വെട്ടിക്കീറി അതിനെ അസറ്റിക് ആസിഡ് വാട്ടർ ആക്കിയിട്ടാണ് പുറത്താക്കുന്നത്. അപ്പോൾ നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുമ്പം ഈ അസറ്റാൽഡിഹൈഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സമയമാകുമ്പോൾ നമ്മുടെ ബോഡി ഓവർവെൽഡ് ആവും, ബോഡിക്ക് അതിനെ വർക്കൗട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോഴാണ് ഈ ക്യാൻസേഴ്സും ലിവർ ഡിസീസും ഹാർട്ട് ഡിസീസും ഒക്കെ വരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ പഠനം ലിവറിനെ മാത്രമല്ല നോക്കുന്നത്, മെയിനായിട്ട് നോക്കുന്നത് ക്യാൻസറിനെയാണ്. അപ്പം എനി എമൗണ്ട് ഓഫ് ഡ്രിങ്കിങ് ക്യാൻ ഇൻക്രീസ് റിസ്ക് ഓഫ് ക്യാൻസർ. പ്ലസ് വേറൊരു അവയവം ഇതിനകത്ത് ഭയങ്കര ഇമ്പാക്റ്റഡ് ആണ്, ആൾക്കാർ അതിനെപ്പറ്റി ആലോചിക്കത്തില്ല, ബ്രെയിൻ. സിംഗിൾ ഡ്രിങ്ക്, ഫസ്റ്റ് ഡ്രിങ്ക് ചെയ്യുന്ന ബ്രെയിനിൻ്റെ വോളിയം കുറയും. നമുക്ക് ഗ്രേ മാറ്റർ വൈറ്റ് മാറ്റർ ഉണ്ടല്ലോ, നമ്മുടെ ഫുൾ ചിന്തയും കാര്യങ്ങളെല്ലാം ഗ്രേ മാറ്ററാണ്. ഈ ആൽക്കഹോൾ യൂസേഴ്സിലെ ഗ്രേ മാറ്റർ എമൗണ്ട് ഭയങ്കര കുറവാണ്. അതാണ് കുറേ കഴിയുമ്പോഴത്തേക്ക് ആൽക്കഹോളൊക്കെ അബ്യൂസ് വരുമല്ലോ. ലോങ് ടേം ഡ്രിങ്കിങ്ങിലുള്ള ആൾക്കാർ നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല, അവരുടെ അകത്തോട്ട് നമുക്കൊന്നും കയറ്റാൻ പറ്റത്തില്ല. അവരൊരു ബ്രിക്ക് വോൾ മാതിരിയാണ്. അതുകൊണ്ടാണ് അങ്ങനത്തെ